ജീവിതത്തിൽ ഞാൻ ഇത്രയധികം സന്തോഷിച്ച ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം സംശയം. എത്ര നാളായടാ ആ പൈസയ്ക്ക് വേണ്ടി ഓഫീസുകൾ മുഴുവൻ കയറി നടക്കുന്നു. അതൊരു സമയത്ത് വേണ്ടാന്ന് വെച്ചാലൊന്ന് ദിവസം വരെ ഉണ്ടായിട്ടുണ്ട്. ഒക്കെ അനഘയുടെ അഖിലയുടെയും ഭാഗ്യ. അവരുടെ കല്യാണം ഇങ്ങനെ തൊട്ടടുത്ത് എത്തി നിൽക്കുമ്പോ തന്നെ ആ പൈസ കിട്ടിയത് അതുകൊണ്ടാ. ഞങ്ങളുടെ ഭാഗ്യമൊന്നുമല്ല, പഞ്ചരത്നത്തിലെ എല്ലാ ഭാഗ്യങ്ങൾക്കും ഒറ്റ അവകാശിയുള്ളൂ, അത് നമ്മുടെ അമൃതേച്ചിയാ. അത് സത്യം. അമൃതേച്ചിയുടെ കഷ്ടപ്പാട് കണ്ട് ഈശ്വരനായിട്ട് അനുഗ്രഹിച്ചതാ. എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചേ. ഇത്രയും സന്തോഷമുള്ള ഒരു ദിവസമായിട്ട് മധുരം കഴിക്കാതിരുന്നത് എങ്ങനെയാ? ചന്ദ്ര സാറേ, ഇന്നത്തേക്ക് ഷുഗറിന്റെ കാര്യം മറക്കുക, എന്നിട്ട് അതങ്ങോട്ട് കഴിക്കുക. ഞാനുണ്ടാക്കിയ എന്റെ സ്വന്തം കൈ കൊണ്ട്. മോളെ, സൂപ്പർ. കൃഷ്ണേട്ടന്റെ കൈപ്പുണ്യമാണ് കൈപ്പുണ്യം. ഇതിന്റെ ബാക്കി അടുക്കളയിൽ ഉണ്ടാവുമല്ലോ അല്ലേ? എത്ര വേണമെങ്കിലും ഉണ്ട്. മോള് ധൈര്യമായിട്ട് കുടിച്ചോ. എന്തായാലും അമൃതമോളുടെ മുഖം തെളിഞ്ഞു കണ്ടത് എത്ര ദിവസത്തിന് ശേഷാ. പൈസയ്ക്ക് വേണ്ടി ഓടി ഓട്ടത്തിന് കണക്കുണ്ടോ? ഇനിയിപ്പോ ഒരു ഓട്ടവും വേണ്ട, ഇവിടെ വെറുതെ ഇരുന്നാ പോരെ. ആകാശേട്ടന് സ്വർണം വേണ്ടാന്ന് പറഞ്ഞതോടെ ആ ചെലവില്ല. വിവേക് നേരത്തെ അത് പറഞ്ഞതാ. ചുരുക്കി പറഞ്ഞ പഞ്ചരത്നത്തിലെ 60 പവനും 5 പേർ കൂടി വീതിച്ചെടുക്കാം. 5 വീതിക്കണ്ട, 4 മതി. ഒരു തരി സ്വർണവുമായിട്ട് അങ്ങോട്ട് ചെല്ലരുതെന്നാ ആകാശേട്ടൻ പറഞ്ഞിരിക്കുന്നെ. ആകാശേട്ടൻ സമ്മതിക്കുമായിരിക്കും. പക്ഷേ അംബികമാമി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അത് വാങ്ങിച്ചെടുക്കാൻ നോക്കുന്നുള്ളത് ഉറപ്പാ. അമ്മായി ചോദിക്കട്ടെ, പക്ഷെ എങ്ങനെ ചോദിച്ചാലും നമ്മൾ കൊടുക്കില്ലല്ലോ. കേസ് കൊടുക്കുമെന്ന് പറഞ്ഞതോടെ ഒന്ന് പേടിച്ചിട്ടുണ്ട് അമ്മായി. ഞാനൊരു കാര്യം പറഞ്ഞാ നിങ്ങൾ എതിരൊന്നും പറയരുത്. ഇവിടെ ഇരിക്കുന്ന 60 പവൻ നിങ്ങളുടെ അമ്മയുടെ സ്വർണം, പിന്നെ പഞ്ചരത്നത്തിലൂടെ സമ്പാദിച്ചതും. അത് വീതിച്ചെടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അത് നമുക്കൊരു നിധി പോലെ അങ്ങ് സൂക്ഷിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ആവശ്യത്തിനുള്ള സ്വർണം വാങ്ങിക്കാനുള്ള പൈസ എന്റെ കൈവശം ഉണ്ടല്ലോ. പിന്നെന്തിനാ അത് വയ്ക്കുന്നേ? എന്താ ആരൊന്നും മിണ്ടാത്തെ? അച്ഛൻ പറഞ്ഞത് അതിന്റെ ശരി. ഇത്രയും കാലം നമ്മളത് സൂക്ഷിച്ചു വെച്ചതല്ലേ. അതങ്ങനെ 60 പവനായിട്ടിരിക്കുന്നത് അതിന്റെ ശരി. പഞ്ചരത്നത്തിലെ എല്ലാവരുടെയും പൊതു സ്വത്തായിട്ട്. എനിക്കല്ലെങ്കിൽ തന്നെ സ്വർണത്തോട് ഒരു താല്പര്യവുമില്ല. പണി പോലീസിലല്ലേ. ആഭരണങ്ങളുണ്ടെങ്കിലും അത് ഇടാനുള്ള അവസരം കിട്ടില്ല. എന്റെ കാര്യം അങ്ങനെ തന്നെയാ. അച്ഛൻ പറഞ്ഞതാ ശരി. ആ സ്വർണം ഇവിടെ തന്നെ ഇരിക്കട്ടെ. യെസ്. സ്വർണം അങ്ങനെ വെറുതെ ഇരിക്കുന്നത് എന്തിനാ? അത്യാവശ്യ ആഭരണങ്ങൾ നിങ്ങൾക്കൊക്കെ ആവുമല്ലോ. അച്ഛന്റെ പൈസ ബാങ്കിൽ കിടക്കട്ടെ. ഇനി ആവശ്യങ്ങളൊക്കെ വരില്ലേ? അമൃതീച്ചിയുടെ കല്യാണം ഇനി താമസിപ്പിക്കാൻ പറ്റുമോ? പിന്നെ ഇവരെ കെട്ടിച്ചു വിടണം, അതിനൊക്കെ പൈസ വേണ്ടേ? അതപ്പോഴല്ലേ. അപ്പൊ നോക്കാന്നേ. ഇതിപ്പോ ഈ സ്വർണം എടുക്കണ്ട, ഏതെങ്കിലും ബാങ്ക് ലോക്കറിൽ വെക്കാം. കൃഷ്ണ, പായസം അസലായി. പൈസ കിട്ടിയതിന്റെ സന്തോഷത്തിന് കൂടെ പായസത്തിന് മധുരം കൂടി ആയപ്പോ ഇരട്ടി മധുരമായി അല്ലേ മോളെ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.